ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ വൺ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. ആ ഡ്രീം പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ട് ആക്ച്വലി 2 വർഷമായി, ഇനി 1 ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത സ്പിൻ ചെയ്ത് വരും, അപ്പോൾ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാം. ഞാൻ ഈ ഡ്രീം പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിൻ്റെ ഫ്രൂട്ട്സ് ആക്ച്വലി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് വാട്ട്സ് ദ തേർഡ് തിങ് ഈസ് ഒളിമ്പ്യാഡ്സ് എന്നുള്ളത് നമ്മൾ ഈ X&Y പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ NTSC പോലെയുള്ള KVP പോലെയുള്ള എക്സാംസ് 10th സ്റ്റാൻഡേർഡിലും അതേപോലെ 11th സ്റ്റാൻഡേർഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ് അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ അവിടെയാണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന വലിയൊരു കാര്യം വരുന്നത്. ഓക്കെ, ഈ ഒളിമ്പ്യാഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഈ വർഷം ഒളിമ്പ്യാഡ്സ് എഴുതി എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഒന്ന് കൈവെക്കോ സ്റ്റുഡൻസ്, ഒന്ന് എണീറ്റ് നിൽക്കോ. ഒളിമ്പ്യാഡ്സ് എഴുതിയ ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കോ, എണീറ്റ് നിൽക്കുക. വെരി ഗുഡ്, താങ്ക് യു. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ തരികയാണ്. കാരണം ഇത് അത്യാവശ്യം ടഫർ ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഐ വെന്റ് ടു UAE ലാസ്റ്റ് വീക്ക്. ഓക്കെ, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് MBZUAE എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലോട്ട്, അബുദാബി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ AI-ക്ക് വേണ്ടിയിട്ട് അവരൊരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചലർ ഇൻ സയൻസ് പ്രോഗ്രാം ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ആ കോഴ്സിൻ്റെ ഫീസ് എത്ര അറിയാം നിങ്ങൾക്ക്? ആ കോഴ്സിൻ്റെ ഫീസ് എന്നുള്ളത് $45,000 ഒരു വർഷം. $45,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 40 ലക്ഷം രൂപ വരും. 40 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. ഇപ്പൊ 4 വർഷത്തൊക്കെ എത്രയായി? 4 × 40 ലക്ഷം എത്രയായി? 1.6 crore rupees അല്ലേ? പിന്നെ ജീവിത ചെലവ് വേറെ. പക്ഷേ അവിടുത്തെ ഫസ്റ്റ് ബാച്ചിനെ അവരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. 113 കുട്ടികളുണ്ട് ഫസ്റ്റ് ബാച്ചിൽ. അടുത്ത ബാച്ചുകളിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് റീസൺ എന്താ? നിങ്ങൾക്ക് ഇതിലൊക്കെ ഉള്ള മിടുക്കരായ X&Yയിലുള്ള നല്ല കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും നല്ല കുട്ടികളെ വേണം. ആ നല്ല കുട്ടികളെ ഈ 1.5 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അബുദാബി ഗവൺമെന്റ് പറയാണ്. ഓക്കെ, അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് പിന്നിൽ എന്നെ കണ്ടിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഒളിമ്പ്യാഡിലുള്ള അടക്കമുള്ള നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. ഈ നല്ല കുട്ടികളുടെ ഒരു പൂൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ആ 113 കുട്ടികളിൽ 27 ആളുകൾ ചൈനക്കാരാണ്. സെക്കൻഡ് ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ്. 13 സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, ഈ 13 സ്റ്റുഡൻസിലെ കുറച്ച് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ എത്താനുള്ള റീസൺ എന്നുള്ളത്. റൈറ്റ്, എന്ത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്? അപ്പം ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അഫ്സ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. കാശ്മീരിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് JEE മെയിൻസ് എഴുതി IIIT ഹൈദരാബാദിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. IIIT ഹൈദരാബാദ് ഈസ് ലൈക്ക് ദ ബെസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് BTech അല്ലെങ്കിൽ AI സെൻറ്റർ ഇൻ ഇന്ത്യ എന്ന് പറയാം. ഈവൻ ഓൺ പാർ വിത്ത് IITs. JEE അഡ്വാൻസ്ഡ് എഴുതിയിട്ടില്ല, അതിനു മുമ്പ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടി. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത്? ഞാൻ INMO അഥവാ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ വിന്നറായിരുന്നു. ഇന്ത്യൻ നാഷണൽ മാത്സ് ഒളിമ്പ്യാഡിൽ വിന്നർ ആയപ്പോൾ കണ്ണും പൂട്ടി നീ ഇങ്ങോട്ട് പോരെ, നിനക്ക് ഇതാ 1.5 കോടിയുടെ സ്കോളർഷിപ്പ് എന്ന് ആ യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു. ഓക്കെ, സോ ദീസ് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് അഹെഡ്. അതുകൊണ്ടാണ് ഈ ഒളിമ്പ്യാഡിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് വി ആർ പ്രൗഡ് ടു പ്രസന്റ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ നമ്മുടെ ഒരു മിഷൻ ഒളിമ്പ്യാഡ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇത്തവണ എടുത്ത് വർക്ക് ചെയ്തതോട് കൂടിയിട്ട് ഈ വർഷം X&Yയിൽ നിന്ന് 16 ആളുകളാണ് ഒളിമ്പ്യാഡിന്റെ IOQM എന്ന ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ആ മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. Abil Rafael Justin, grade 10. Abhijit Santosh, grade 8. Fatima AP, grade 10. Karthik Narayan, grade 10. Kenza Jalil, grade 10. Muhammad Rishal, grade 10. Navneet Krishna, grade 8. Niket Rajesh ne ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫാദർ നമ്മോടൊപ്പം ചേരുന്നു. Father of Niket Rajesh, grade 8. Ruben B. Matthew, grade 9. Tamanna Batul, grade 10. Nishan PK, grade 10. Rimsha Abdul Ghaffur, grade 9. Srihari K. Venu, grade 8. Rishikesh J, grade 11. Pooja Mohan, grade 11. And Hamiz Munib, grade 11. ഓക്കെ, അപ്പം നമ്മുടെ ഇത്തവണ IOQM ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ അവരിൽ ഒരു വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഗിവ് ദം എ ബിഗ് ഹാൻഡ്. കാരണം നമ്മുടെ മുമ്പിൽ നമ്മുടെ വഴി കാണിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ അടുത്ത തവണ നമ്മൾ ഈ ഒളിമ്പ്യാഡ്സിനെ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒളിമ്പ്യാഡ് ബാച്ച്
നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ്റെ ലെവൽ 3 ഒലിമ്പിയാഡ് ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻസ് മറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒളിമ്പിയാഡിന് വേണ്ടി ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ട് കഴിഞ്ഞ തവണ നമുക്ക് 6 ആളുകളായിരുന്നു ക്വാളിഫൈ ചെയ്തത്, ഇത്തവണ 16 ആളുകളായി ക്വാളിഫൈ ചെയ്തത്. അത് തന്നെ ഇവർ ഭൂരിഭാഗം ആളുകളും ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ 8ാം ക്ലാസ്സുകാർ നിൽക്കുന്നുണ്ട്. ഈ 8ാം ക്ലാസ്സുകാർ 12ാം ക്ലാസ്സുകാർ പഠിക്കുന്ന മാത്സ് എഴുതിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഇവർ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. 12th ലെവലിൽ വരെയുള്ള മാത്സ് പഠിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് ബൈ എനി മീൻസ് എ സ്മോൾ അച്ചീവ്മെന്റ് എന്ന് മാത്രമല്ല, ഈവൻ IITസിൽ പോലും ഇപ്പോൾ ഒളിമ്പിയാഡ് സ്ട്രീമിലൂടെയുള്ള അഡ്മിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒളിമ്പിയാഡ് ബാച്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയാലോ? റൈറ്റ്? ഓർ ഇവർക്കുള്ള സമ്മാനങ്ങളാണോ നമ്മൾ ആദ്യം കൊടുക്കുന്നത്? നമുക്ക് ഇവർക്കുള്ള ഗിഫ്റ്റുകൾ നമുക്ക് ആദ്യം കൊടുക്കാം. റൈറ്റ്? അപ്പോൾ നമ്മൾ ഇവർക്കുള്ള ചെറിയ ഗിഫ്റ്റ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആസ് പാർട്ട് ഓഫ് X&Y ഫാമിലി ബീറ്റ് നമ്മൾ ഇവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാണ്. റൈറ്റ്? യെസ്. Fatima AP grade 10, Karthik Narayan grade 10, Kenza Jalil grade 10, Muhammad Rishal grade 10, Navaneet Krishna grade 8, father of Niket Rajesh grade 8, Ruben B. Matthew grade 8, Tamna Batul grade 10, Nishan PK grade 10, Rimsha Abdul Ghaffur grade 9, Srihari K. Venu grade 8, Rishikesh J grade 11, Pooja Mohan grade 11 and Hamiz Munib grade 11. ഇത് 2ാം തവണയാണ് കൺസിക്യൂട്ടീവ്ലി അയോഗ്യം ക്വാളിഫൈ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ RMO ക്വാളിഫൈ ചെയ്ത് നാഷണൽ ലെവൽ INMOയിലും മത്സരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇതിൽ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ ഇവരെല്ലാവരും തന്നെ INMOയിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മിഷൻ ഒളിമ്പ്യാഡ് ഇത് ഈ കുട്ടികളെ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. റൈറ്റ്? ആൻഡ് വി ഹാവ് ലതീത മാം ആൻഡ് മെഹർഷാൻ, നമ്മുടെ ഫാക്കൽറ്റീസ്, അതേപോലെ തന്നെ നജാത്ത്, ഇവരാണ് നമ്മുടെ ഒളിമ്പ്യാഡ് പ്രോഗ്രാംസ് ലീഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറയില്ലേ? യെസ്, ഇവർ പറയുന്നതാണ്. യെസ്. ഹായ് ഓൾ. സോ നമ്മുടെ ഇത്രയും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒളിമ്പ്യാഡ് ടീമിന് വേണ്ടി നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യണം. ഡിസംബർ ഒരു എൻഡിലേക്കാണ് നമ്മൾ അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലേറ്റർ ഓൺ ആണ് ഇൻഫോം ചെയ്യുക. സോ let's launch this. ഈ ബാച്ചുമായി ബന്ധപ്പെട്ട്, അതായത് എന്താണിതെന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയാം. പക്ഷേ യെസ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ അനൗൺസ് ചെയ്യാം. അതായത് ഒളിമ്പ്യാഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് സ്റ്റുഡൻസിനെ ക്യൂറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യെസ് റൈറ്റ്. അപ്പോൾ നമ്മൾ ലെവൽ 1 ഗ്രേഡ് 7 and 8 സ്റ്റുഡൻസിന് നമ്മൾ ഇതിൻ്റെ ഒരു ലെവൽ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
റൈറ്റ് ലെവൽ 2 ഗ്രേഡ് 9 ആൻഡ് 10th സ്റ്റുഡൻസിന് ലെവൽ 2ഉം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 2 ബാച്ചസ് ആയിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. റൈറ്റ് നെക്സ്റ്റ്. യെസ്, അപ്പോൾ നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടൊരു 80 hours പ്ലസ് മാത്സ് ഒളിമ്പ്യാഡിന് മാത്രമായിട്ടുള്ള ലൈവ് പ്രോഗ്രാംസും അതേപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം, മന്ത്ലി ടെസ്റ്റ്, പിന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്. കഴിഞ്ഞു. റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഒളിമ്പ്യാഡ് ബാച്ച് എന്നുള്ളത് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാവുന്ന അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനെയും നേരെ കൊണ്ടിടാവുന്ന ഒരു സ്ഥലമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസ് ഒരു ലെവൽ ഓഫ് പ്രോഗ്രസ് അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഒളിമ്പ്യാഡ് ബാച്ചിലോട്ട് അവർക്ക് പ്രവേശനം നമ്മൾ നൽകുന്നത്. കാരണം ആ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ്സിലൂടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ JEE പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു, ഒളിമ്പ്യാഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പുതിയ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത മനോഹരങ്ങളായിട്ടുള്ള അടുത്ത സെഷൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, കൺവേ ചെയ്യാനുണ്ട്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ക്രൗഡിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സെഷനിലോട്ട് കടക്കാം. ആൻഡ് ഐ വിൽ കം ബാക്ക് പ്രോബ്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. ആൻഡ് താങ്ക്സ് എ ലോട്ട്. ലെറ്റ്സ് മൂവ് ഓൺ.